നാമത്തിന് മഹത്വം. എന്നെ ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തീയ വന്ദനം. ബൈബിളിൽ അനേക പ്രാർത്ഥനാ വീരന്മാരെ പറ്റി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിലൊരു വ്യക്തിയാണ് യബ്ബേസ്. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് എന്ന വാക്കിൻ്റെ അർത്ഥം വേദനയോടെ ജനിച്ചവൻ എന്നാണ്. നമുക്ക് കാണുവാൻ കഴിയും യബ്ബേസിൻ്റെ ജനനത്തിങ്കൽ ആ കുടുംബത്തിന് തീരാത്ത നഷ്ടങ്ങളോ വേദനകളോ പ്രയാസങ്ങളോ ഒക്കെ നേരിട്ടിരിക്കാം. യബ്ബേസ് ഇസ്രയേലിൻ്റെ ദൈവത്തോട് ഒരു 4 കൂട്ടം പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 1. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. 2. എൻ്റെ അതി വിസ്താരമാക്കണം. 3. നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. 4. അനർത്ഥം എനിക്ക് വ്യസനകരണമായി തീരാതെ വേണം എന്നെ കാക്കണം. യബ്ബേസ് അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകിക്കൊടുക്കുവാൻ ഇടയായി. നാം മുഖാന്തരം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളോ വ്യസനങ്ങളോ ഉണ്ടായേക്കാം. പക്ഷെങ്കിൽ അതിൻ്റെയൊക്കെ നടുവിൽ യബ്ബേസ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുവാൻ ഇടയാകണം. ഇവിടെ നാം കാണുവാൻ കഴിയുന്നു, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകിക്കൊടുത്തായിട്ട് കാണുന്നു. ഈ 4 കൂട്ടം പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കും. എപ്പോഴും ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ഇരിക്കുന്നത്. എൻ്റെ അതിരുകളെ വിസ്താരമാക്കുവാൻ 1 ദിനവൃത്താന്തം 2:55 പറയുന്നു, യബ്ബേസിൽ പാർത്ത്. യബ്ബേസിൻ്റെ പേരിൽ ഒരു പട്ടണം തന്നെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാമളും യബ്ബേസിനെ പോലെ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നവരായി തീരുക. ദൈവം ഏവരെയും സഹായിക്കട്ടെ.